വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. മൂന്നാം ഘട്ടത്തിൽ ഭേദപ്പെട്ട പോളിംഗ്. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Laza Premium Gold, the universe's finest ice cream. in association with Durashine Roof and Wall Sheets. ഒരു ടാറ്റ ബ്ലൂ സ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ്, ഇന്ത്യ UAE. MGM Group of Institutions. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിൽ 10 സംസ്ഥാനങ്ങളിലെ 93 മണ്ഡലങ്ങൾ വിധിയെഴുതി. 60% പോളിംഗ് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചത്. അന്തിമ കണക്ക് വരാനിരിക്കുന്നതേയുള്ളൂ. ഇന്നത്തെ വോട്ടെടുപ്പ് പൂർത്തിയായതോടെ 3 ഘട്ടങ്ങളിലായി 283 മണ്ഡലങ്ങൾ വിധിയെഴുതി കഴിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഹമ്മദാബാദിൽ വോട്ട് രേഖപ്പെടുത്തി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ കർണാടകയിൽ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. ഹിന്ദി ഹൃദയഭൂമിയിൽ നടക്കുന്ന പോരാട്ടം BJPക്കും കോൺഗ്രസിനും നിർണായകമാണ്. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. സൂറത്തിലെ BJP സ്ഥാനാർത്ഥി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടതിനാൽ 26-ൽ 25 മണ്ഡലങ്ങളിലായിരുന്നു ഗുജറാത്തിൽ വോട്ടെടുപ്പ്. കനത്ത ചൂടുണ്ടായിരുന്നെങ്കിലും രാവിലെ മുതൽ ബൂത്തുകൾക്ക് മുന്നിൽ വോട്ടർമാരുടെ നീണ്ട നിരയുണ്ടായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഹമ്മദാബാദിലെ നിഷാൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് ചെയ്തു. आज तीसरे चरण का मतदान है. मैं देशवासियों को विशेष रूप से आग्रह करूंगा कि लोकतंत्र में मतदान ये सामान्य दान नहीं है. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള പ്രമുഖർ കർണാടകയിലെ വിവിധയിടങ്ങളിൽ വോട്ട് രേഖപ്പെടുത്തി. കർണാടകയിലെ എല്ലാ മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് മൂന്നാം ഘട്ടത്തോടെ പൂർത്തിയായി. ഈ തെരഞ്ഞെടുപ്പ് സാധാരണ തെരഞ്ഞെടുപ്പല്ലെന്നും ജനാധിപത്യം സംരക്ഷിക്കാനുള്ള പോരാട്ടമാണെന്നും രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു. 80 സീറ്റുകളുള്ള ഉത്തർപ്രദേശിൽ തങ്ങൾക്കനുകൂലമായ ജനവിധി ഉണ്ടാകുമെന്ന അവകാശവാദം BJPയും ഇന്ത്യ മുന്നണി ഘടകകക്ഷികളും ആവർത്തിച്ചു. ഉത്തർപ്രദേശിൽ ഇന്ത്യ മുന്നണി മികച്ച നേട്ടമുണ്ടാക്കുമെന്ന് മെയിൻപുരി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ഡിംപിൾ യാദവ് 24നോട് പറഞ്ഞു. It is in a good position right now since this is a third phase election that's going on, and there'll be massive victory for the India bloc and for the Samajwadi Party in Uttar Pradesh, and I think so it is due to which all the negative aspects are being said by the Bharatiya Janata Party. പശ്ചിമ ബംഗാളിലെ ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട സംഘർഷങ്ങൾ ഉണ്ടായി. അസമിൽ മികച്ച പോളിംഗാണ് രാവിലെ മുതൽ രേഖപ്പെടുത്തിയത്. ഛത്തീസ്ഗഡ്, ഗോവ, മധ്യപ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിലും ബൂത്തുകൾക്ക് മുന്നിൽ വോട്ടർമാരുടെ നീണ്ട നിരയുണ്ടായിരുന്നു. മുംബൈ, ബംഗളൂരു, ഡൽഹി ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്കാണ് വാർത്താമഴ കടക്കുന്നത്. ഹരിയാനയിൽ BJP സർക്കാർ പ്രതിസന്ധിയിൽ. 3 സ്വതന്ത്രർ സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചു. 90 അംഗ നിയമസഭയിൽ നിലവിൽ 42 അംഗങ്ങളുടെ പിന്തുണയാണ് സർക്കാരിനുള്ളത്. കോൺഗ്രസിനെ പിന്തുണയ്ക്കുമെന്നും സ്വതന്ത്രർ അറിയിച്ചു. BJP സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടുവെന്ന് ദീപേന്ദർ സിംഗ് ഹൂഡ പറഞ്ഞു. ഉടൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ഹരിയാന കോൺഗ്രസ് അധ്യക്ഷൻ ഉദയഭാൻ ആവശ്യപ്പെട്ടു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. ബൽറാം, BJP ഇപ്പോഴും അവകാശപ്പെടുന്നത് JJP MLA പിന്തുണ കൂടി BJPക്കുണ്ട്. അങ്ങനെ സർക്കാരിന് ഭീഷണിയില്ല ഈ 3 സ്വതന്ത്രർ പിന്തുണ പിൻവലിച്ചാലും എന്നാണല്ലോ. എന്താണ് ഒടുവിലത്തെ വിവരങ്ങൾ? ഗവർണറുടെ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുമോ? വിജയകുമാർ, BJP നിലവിൽ സർക്കാരിന് തന്നെ JJPയുടെ വിമതരുടെ പിന്തുണ ഉണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അവർ പിന്തുണ അറിയിച്ചതായുമാണ് നേരത്തെ തന്നെ പുറത്തുവന്ന വിവരം എന്നുള്ളത്. എന്നാൽ നിലവിലെ പ്രതിസന്ധിയിൽ ഇപ്പോൾ BJP സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിരിക്കുന്നു. 90 അംഗ നിയമസഭയിൽ 45 അംഗങ്ങളുടെയെങ്കിലും പിന്തുണ ആക്കേണ്ടതുണ്ട്. എന്നാൽ നിലവിൽ 3 വിമതർ മറുകണ്ഠം ചാടി കോൺഗ്രസിനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചതോടുകൂടി തന്നെ സർക്കാരിന്റെ ഭൂരിപക്ഷം 42 മാത്രമായിരിക്കുകയാണ്. ഇത് ഒരു അവിശ്വാസ പ്രമേയത്തിലേക്ക് എത്തുകയാണെങ്കിൽ എന്നാൽ BJP പ്രതിസന്ധി നേരിടും എന്ന സാഹചര്യമുണ്ട്. കാരണം JJP സഖ്യം വിട്ടതായി വ്യക്തമാക്കിയിട്ടുണ്ട്.
അത് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJP-യോടൊപ്പം നിന്നാൽ ഉണ്ടായേക്കാവുന്ന എതിർവികാരം, ജനവികാരം കൂടി കണക്കിലെടുത്താണ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ സഭയ്ക്കുള്ളിൽ BJP-യെ പിന്തുണയ്ക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് കടുത്ത പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് തന്നെയാണ് JJP നേതൃത്വം കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് പരമാവധി ഒഴിവാക്കാനുള്ള നീക്കമായിരിക്കും JJP-യുടെയും BJP-യുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകുക എന്നുള്ളതും ഉറപ്പാണ്. അല്ലെങ്കിൽ JJP നേതൃത്വത്തെ മറികടന്നുകൊണ്ട് വിമതർ പിന്തുണയ്ക്കുകയാണെങ്കിലും അത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് വഴിവെക്കും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് സഭ എത്രയും പെട്ടെന്ന് പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പിലേക്ക് പോകുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധി കടുപ്പിക്കാനുള്ള നീക്കമായിരിക്കും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. കോൺഗ്രസ് നേതാക്കൾ സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷന്റെയും ഒപ്പം തന്നെ ഭൂപേന്ദർ സിംഗ് ഹൂഡയുടെയും ഒപ്പമാണ് ഈ വിമതർ ഇന്ന് വാർത്താ സമ്മേളനം നടത്തി തങ്ങൾ പിൻവലിച്ച കാര്യം അറിയിച്ചതും ഒപ്പം കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നതും അറിയിച്ചത്. കാരണമായി അവർ ചൂണ്ടിക്കാണിച്ചത് നിലവിൽ സർക്കാർ നേരിടുന്ന പ്രതിസന്ധികൾ തന്നെയാണ്. കർഷകരുടെ, ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം, ഒപ്പം തന്നെ വിലക്കയറ്റം അടക്കമുള്ള കാരണങ്ങളാണ് ഇവർ നിരത്തിയിരിക്കുന്നത്. സഭയ്ക്കുള്ളിലേക്ക് ഒരു അംഗബല പരിശോധനയിലേക്ക് കടക്കാതെ അത് ഒഴിവാക്കാനുള്ള നീക്കം BJP-യുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന ഉറപ്പാണ്. BJP എന്തായാലും ഔദ്യോഗികമായി ഇതുവരെയും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. തുടർ നീക്കങ്ങൾ എന്തായാലും ഏറെ നിർണായകമാകുമെന്ന് ഉറപ്പാണ്. വിജയകുമാർ. യെസ്, വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ഹരിയാനയിൽ BJP സർക്കാരിന് ഭീഷണി ഉണ്ടാകുന്നത്. 3 MLA-മാരുടെ പിന്തുണ, സ്വതന്ത്ര MLA-മാർ പിന്തുണ പിൻവലിച്ചിട്ടുണ്ട്. സർക്കാരിന് ഭീഷണി ഇല്ല എന്നാണ് BJP നേതാക്കൾ അനൗദ്യോഗികമായി പറയുന്നത്. ജനനായക് ജനതാ പാർട്ടിയുടെ വിമതർ, ആ പാർട്ടിയിലെ വിമതരുടെ പിന്തുണയോടെ സർക്കാർ നിലനിൽക്കുമെന്ന് BJP അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ അതിൻ്റെ വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. മുസ്ലിങ്ങൾക്ക് മുസ്ലിം സംവരണം വേണമെന്ന പ്രസ്താവനയിൽ മലക്കം മറിഞ്ഞ് RJD അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവ്. പ്രസ്താവന പ്രധാനമന്ത്രി രാഷ്ട്രീയ ആയുധമാക്കിയതോടെയാണ് തിരുത്തലുമായി അദ്ദേഹം രംഗത്തെത്തിയത്. മതാടിസ്ഥാനത്തിലല്ല, സാമൂഹ്യ അടിസ്ഥാനത്തിലാണ് സംവരണം നൽകേണ്ടതെന്ന് ലാലു പ്രസാദ് യാദവ് പിന്നീട് പറഞ്ഞു. സംവരണാനുകൂല്യങ്ങൾ മുസ്ലിങ്ങൾക്ക് കൂടി ലഭ്യമാക്കണമെന്നും ഭരണഘടനയെയും ജനാധിപത്യത്തെയും ഇല്ലാതാക്കാനാണ് BJP ശ്രമിക്കുന്നത് എന്നുമായിരുന്നു ലാലു പ്രസാദ് യാദവിന്റെ ആദ്യ പ്രസ്താവന. സംവരണ വിഷയമുയർത്തി പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കുന്ന പ്രധാനമന്ത്രി ലാലു പ്രസാദിന്റെ പ്രസ്താവനയും പ്രചരണായുധമാക്കി. പിന്നാക്ക കോട്ട കുറച്ച് മുസ്ലിങ്ങൾക്ക് പ്രത്യേക സംവരണമാണ് ഇന്ത്യ സഖ്യത്തിന്റെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി ആരോപിച്ചു. सबको रातों रात उन्होंने OBC बना दिया, रातों रात चोरी करके लूट लिया और जो पहले इसका लाभ लेते थे उसका बहुत बड़ा हिस्सा मुसलमानों के खाते में चला गया. പിന്നാലെ ലാലു പ്രസാദ് യാദവ് നിലപാട് തിരുത്തി. ലാലു പ്രസാദിന്റെ പ്രസ്താവനയിൽ അകലം പാലിച്ച കോൺഗ്രസ് പ്രകടന പത്രികയിൽ എല്ലാം വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് വിശദീകരിച്ചു. As far as we are concerned, there is no controversy at all. We go by the Constitution of India, and the Constitution of India does not allow reservations based on religion. Our manifesto is what we are fighting on. BJP-ക്ക് കിട്ടിയ രാഷ്ട്രീയ ആയുധം തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിൽ സജീവമാക്കാനാണ് നീക്കം. 24 ഡൽഹി. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ആശ്വാസമില്ല. ഇടക്കാല ജാമ്യ ഹർജിയിൽ സുപ്രീം കോടതി ഇന്ന് തീരുമാനമെടുത്തില്ല. വ്യാഴാഴ്ച വാദം തുടരും. ഇടക്കാല ജാമ്യം അനുവദിക്കുന്നതിനെ കേന്ദ്ര സർക്കാർ ശക്തമായി എതിർത്തു. ഡൽഹി മുഖ്യമന്ത്രിക്ക് പ്രത്യേക ഇളവ് നൽകുന്നത് രണ്ടുതരം നീതി എന്ന തെറ്റായ സന്ദേശം നൽകുമെന്ന് സോളിസിറ്റർ ജനറൽ വാദിച്ചു. അതേസമയം കെജ്രിവാളിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി കാലാവധി കോടതി വീണ്ടും നീട്ടി. ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, ദീപാങ്കർ ദത്ത എന്നിവരുടെ ബെഞ്ചാണ് അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന കെജ്രിവാളിന്റെ ഹർജി പരിഗണിച്ചത്. PMLA ആക്ടിലെ സെക്ഷൻ 19 അനുസരിച്ചാണ് അറസ്റ്റ് നടന്നതെന്ന കാര്യത്തിൽ സുപ്രീംകോടതി സംശയം പ്രകടിപ്പിച്ചു. ശേഖരിച്ച തെളിവുകൾ എന്തൊക്കെയാണെന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകാൻ EDക്ക് സാധിക്കാത്തതാണ് സുപ്രീംകോടതിയെ പ്രകോപിപ്പിച്ചത്. തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ കെജ്രിവാളിന് അർഹതയുണ്ട്. ഇതിനായി മാത്രമെങ്കിലും ജാമ്യം അനുവദിക്കേണ്ടി വരും. കെജ്രിവാളിന് ജാമ്യം നൽകുന്നത് സംബന്ധിച്ച പരാമർശത്തെ EDയും കേന്ദ്ര സർക്കാരും ശക്തമായി എതിർത്തു. കെജ്രിവാളിനെതിരെയുള്ള മൊഴികളുടെ ആധികാരികത ജുഡീഷ്യൽ ഉദ്യോഗസ്ഥർ പരിശോധിച്ച് ഉറപ്പുവരുത്തിയതാണ്. തെളിവില്ല എന്ന വാദം അതുകൊണ്ട് തന്നെ അടിസ്ഥാനരഹിതമാകുന്നു. കെജ്രിവാളിന് ജാമ്യം അനുവദിക്കുന്ന സാഹചര്യമുണ്ടായാൽ അത് നിയമം മുന്നോട്ട് വയ്ക്കുന്ന തുല്യത എന്ന സങ്കല്പത്തിന് എതിരാകുമെന്ന് സോളിസിറ്റർ ജനറൽ വ്യക്തമാക്കി. ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള തീരുമാനം മാറ്റിയ കോടതി കേസ് ഡയറി ഹാജരാക്കാൻ EDയോട് നിർദ്ദേശിച്ചു. ചൊവ്വാഴ്ച കേസ് വീണ്ടും സുപ്രീംകോടതി പരിഗണിക്കും. 24 ഡൽഹി.
ഇന്നത്തെ മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്കാണ് വാർത്താ മഴ കടക്കുന്നത്. വിവാദത്തിലായ വിദേശയാത്ര. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയിൽ വീണ്ടും രാഷ്ട്രീയ വിവാദം. ആരെയും ഒന്നും അറിയിക്കാതെയുള്ള യാത്ര സ്പോൺസർഷിപ്പാണോ എന്ന വിമർശനമാണ് കോൺഗ്രസും BJPയും ഉന്നയിച്ചത്. പാർട്ടിയുടെ അറിവോടെയാണ് യാത്ര എന്നായിരുന്നു CPMന്റെ വിശദീകരണം. ഇന്തോനേഷ്യ, സിംഗപ്പൂർ, UAE എന്നീ 3 രാജ്യങ്ങളിലേക്കാണ് മുഖ്യമന്ത്രിയും കുടുംബവും പറന്നത്. ഭരണത്തലവൻ ദിവസങ്ങൾ നീണ്ട യാത്ര പോയപ്പോൾ ചുമതല കൈമാറിയില്ലെന്നും ഉത്തരവാദിത്തം നിറവേറ്റാതെ ഒളിച്ചോടിയെന്നും കോൺഗ്രസ്. ഒരു മുഖ്യമന്ത്രിയാണ് പോകുന്നത്, ചാർജ് കൊടുത്തു ആർക്കെങ്കിലും. ഇവിടെ ഒരു എമർജൻസി വിഷയം വന്നു, ഇത് ആലയെന്ന് പശുക്കൾ ഇറങ്ങിപ്പോകും പോലെ പോവുകയാണ് മുഖ്യമന്ത്രി. എന്തിനാണ് ഇയാൾ ഇങ്ങനെ ഒളിച്ചോടുന്നു? ജനങ്ങളോട് പറഞ്ഞ് എത്ര അന്തസ്സുള്ള അദ്ദേഹത്തിന് പോകാം. എന്തിനാണ് അദ്ദേഹം ഇതിങ്ങനെ ഈ കള്ളക്കളി കളിക്കുന്നത്? സ്പോൺസർഷിപ്പിലാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. പിന്നെ പോകുന്നിടത്ത് അത്രയും ഈ ഭാര്യയും മക്കളെയും കൂട്ടിപ്പോണ്ട വല്ല കാര്യമുണ്ടോ? വേറെ പണിയൊന്നുമില്ല ഇയാൾക്ക്. യാത്രയ്ക്ക് ചെലവ് എവിടെ നിന്നെന്നും സ്പോൺസർഷിപ്പാണോ എന്നും BJP. പിണറായി വിജയൻ മക്കളെയും കൊച്ചുമക്കളെയും മകനെയും കുടുംബാംഗങ്ങളെയും ഒക്കെ കൂട്ടി ബീച്ച് ടൂറിസം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇന്തോനേഷ്യയിലും സിംഗപ്പൂരിലും പോയിരിക്കുകയാണ്. 3 വിദേശ രാജ്യങ്ങളിൽ വിനോദസഞ്ചാരം നടത്താനുള്ള വരുമാന സ്രോതസ് എന്താണ്? അത് എവിടെ നിന്നാണ് വരുന്നത്? അതാരാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്? ആ സ്പോൺസർ ചെയ്ത ആരാണ് എന്ന് അദ്ദേഹം ഒന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം. മുഖ്യമന്ത്രിയുടെ ആഡംബര യാത്രയെക്കുറിച്ച് ഒന്നും പറയാനില്ല എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ നിലപാട്. വിമർശനങ്ങൾ തള്ളിയ ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ എല്ലാം പാർട്ടിയും സർക്കാരും അറിഞ്ഞെന്നും ചട്ടം വിടുന്ന ആളല്ല മുഖ്യമന്ത്രിയെന്നും ആരോപണങ്ങളെ പ്രതിരോധിച്ചു. സ്റ്റേറ്റിന്റെ തലവൻ അദ്ദേഹം ഒരു നിയമലംഘനങ്ങളോ ചട്ടലംഘനങ്ങളോ ഉണ്ടാക്കിയിട്ടില്ല. എല്ലാം വളരെ കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളിലൂടെ മാത്രമേ അദ്ദേഹം പോകാറുള്ളൂ. അതെന്തിനാ നിങ്ങളിപ്പോൾ അന്വേഷിക്കുന്നത്? അദ്ദേഹം പോയിട്ട് വരട്ടെ. അതിനാ നിങ്ങൾ ചോദിക്കുന്ന ആരാ സ്പോൺസർ ചെയ്യുന്നത്? എല്ലാ കാര്യവും നിങ്ങളോട് പറയണോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, എല്ലാ കാര്യവും പറയണോ? ഞങ്ങൾ സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രിക്ക് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടതുപോലെ അദ്ദേഹം പറയേണ്ട സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുടുംബസമേതമാണ് മുഖ്യമന്ത്രിയുടെ യാത്ര. ഇന്നലെ പുലർച്ചയ്ക്ക് കൊച്ചിയിൽ നിന്ന് വിമാനം കയറി. കഴിഞ്ഞ 4 ദിവസങ്ങളിലായി വിദേശ സന്ദർശനത്തിലായിരുന്ന പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും വീണ വിജയനും ഇന്തോനേഷ്യ മുതൽ മുഖ്യമന്ത്രിക്കൊപ്പം ചേരും. വിവിധ രാജ്യങ്ങളിലായി വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്ന സംഘം 21-ന് തിരിച്ചെത്തുമെന്നാണ് അറിയിപ്പ്. 24 തിരുവനന്തപുരം. അതിനിടെ നാളെ നടത്താൻ നിശ്ചയിച്ചിരുന്ന മന്ത്രിസഭാ യോഗം മാറ്റിവെച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിദേശയാത്ര തുടരുന്ന സാഹചര്യത്തിലാണ് മാറ്റം. മുഖ്യമന്ത്രി ഓൺലൈനായി മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുമെന്നായിരുന്നു ആദ്യ തീരുമാനമെങ്കിലും പിന്നീട് യോഗം മാറ്റിവെക്കുകയായിരുന്നു. പുതിയ തീയതി പിന്നീട് നിശ്ചയിക്കും. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. വിധി ആയുധമാക്കി CPIM. മാസപ്പടി കേസിലെ വിജിലൻസ് കോടതി വിധി ആയുധമാക്കി CPIM. UDFന്റെ നുണപ്രചാരണത്തിനേറ്റ തിരിച്ചടിയാണെന്നും മാത്യു കുഴൽനാടൻ MLA സ്ഥാനം രാജിവെക്കണമെന്നും LDF കൺവീനർ EP ജയരാജൻ ആവശ്യപ്പെട്ടു. ഒരു രേഖയുമില്ലാതെ കോടതിയിൽ പോയി മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചിറ്റ് കൊടുപ്പിച്ചത് ആരുടെ താൽപ്പര്യമാണെന്ന് കേന്ദ്രമന്ത്രി V മുരളീധരൻ ചോദിച്ചു. വിധി നിരാശാജനകമാണെന്നും അപ്പീൽ പോകുമെന്നും മാത്യു കുഴൽനാടൻ പ്രതികരിച്ചു. മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും വേട്ടയാടാൻ നടത്തിയ നീക്കങ്ങൾക്കുള്ള തിരിച്ചടിയെന്നാണ് കോടതി വിധിയെ CPIM വിലയിരുത്തുന്നത്. VD സതീശിനേക്കാൾ കേമനാണ് താനെന്ന് സ്ഥാപിക്കുകയാണ് മാത്യു കുഴൽനാടൻ MLAയുടെ ശ്രമമെന്ന് ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ. മുഖ്യമന്ത്രിയെയും മകളെയും പ്രതിയാക്കുന്നത് എന്തിന്? കോടതിയിൽ കൊടുക്കാൻ ഒരു തെളിവ് പോലും ഉണ്ടായില്ല. ഈ നാടിന് തന്നെ അവമാനമല്ലേ? യഥാർത്ഥത്തിൽ കുഴൽനാടൻ MLA സ്ഥാനം രാജിവെക്കണം. നിയമസഭയിൽ നടത്തിയിട്ടുള്ള ഇദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങളോട് മാപ്പപേക്ഷിക്കേണ്ട അവസരമാണിത്. കോടതി വിധി നിരാശാജനകമെന്ന മാത്യു കുഴൽനാടൻ MLA. നിയമപോരാട്ടത്തിൽ തിരിച്ചടിയുണ്ടായി. അഴിമതി പുറത്തു കൊണ്ടുവരാനാണ് താൻ ശ്രമിച്ചത്. എന്നെ നിരാശപ്പെടുത്തുന്നുണ്ടെങ്കിലും എൻ്റെ ആത്മവിശ്വാസം തകർക്കില്ല. ഞാൻ മുന്നോട്ട് തന്നെ പോകും. തീർച്ചയായിട്ടും ഞാനത് ജനങ്ങൾക്ക് നൽകിയ വാക്കാണ്. കാരണം സ്വാഭാവികമായിട്ടും എൻ്റെ മുമ്പിലുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതിൽ അപ്പീൽ പോകുക എന്നുള്ളതാണ്. ഈ ജഡ്ജ്മെൻറ്റിന് എനിക്ക് വിയോജിപ്പുള്ള ഭാഗങ്ങൾ രേഖപ്പെടുത്തി ഞാൻ അപ്പീൽ മൂവ് ചെയ്യുന്നതായിരിക്കും. കോടതിയുടേത് അവസാന വാക്കല്ലെന്നും അത് പക്വതയോടെ കൈകാര്യം ചെയ്യാൻ കുഴൽനാടിന് കഴിയുമെന്നും K സുധാകരൻ. തിരിച്ചടിയൊന്നുമില്ല, അതിനൊക്കെ വകുപ്പും കാര്യങ്ങളൊക്കെ വേറെയുണ്ട്. അതിന്റെ നിയമവും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കോടതിയുടെ വാക്ക് അവസാനത്തെ വാക്കല്ലല്ലോ. നമ്മൾ എത്ര കോടതിയുടെ വാക്ക് കേൾക്കുന്നുണ്ട്, പക്ഷെ അതെല്ലാം തിരിച്ച് എത്ര കേസുണ്ട്. അതൊക്കെ അദ്ദേഹം അതൊക്കെ നടത്താനുള്ള പക്വതയും പരിജ്ഞാനവും ഒക്കെ ഉള്ള ഒരു ചെറുപ്പക്കാരനാണ്.
എന്നാൽ VD സതീശൻ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറക്കിപ്പിച്ചുവെന്നായിരുന്നു കേന്ദ്രമന്ത്രി V മുരളീധരന്റെ പ്രതികരണം. ഒരു രേഖയുമില്ലാതെ കോടതിയിൽ പോയി മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചിറ്റ് കൊടുപ്പിച്ചത് ആരുടെ താല്പര്യം കൊണ്ടാണെന്നും V മുരളീധരൻ. ഒരു രേഖയുമില്ലാതെ വിജിലൻസിന്റെ മുൻപാകെ പോയിട്ട് അത് തള്ളിപ്പിച്ച് മുഖ്യമന്ത്രിക്ക് ഒരു ക്ലീൻ ചിറ്റ് കൊടുപ്പിക്കാൻ അതിന് സഹകരണാത്മക പ്രതിപക്ഷത്തിന് നേതൃത്വം നൽകുന്ന VD സതീശൻ അദ്ദേഹത്തിൻ്റെ താല്പര്യം കൊണ്ടാണോ അതോ ഇനി കുഴൽനാടനും നേരിട്ട് അഡ്ജസ്റ്റ്മെന്റിലേക്ക് എത്തിയോ എനിക്കറിയില്ല. 24 തിരുവനന്തപുരം. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. തെരഞ്ഞെടുപ്പിന് പിന്നാലെ സംസ്ഥാന BJPയിൽ വിഭാഗീയത രൂക്ഷം. ഇന്ന് ചേർന്ന നേതൃയോഗം PK കൃഷ്ണദാസ് പക്ഷം ബഹിഷ്കരിച്ചു. എന്നാൽ ഇക്കാര്യം സംസ്ഥാന അധ്യക്ഷൻ തള്ളി. മാധ്യമങ്ങൾ പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണെന്ന് K സുരേന്ദ്രൻ പറഞ്ഞു. EP ജയരാജനുമായി ബന്ധപ്പെട്ട ശോഭാ സുരേന്ദ്രന്റെ തുറന്നു പറച്ചിൽ പാർട്ടിയുടെ വിശ്വാസ്യത തകർത്തുവെന്ന് യോഗത്തിൽ പ്രകാശ് ജാവദേക്കർ വിമർശിച്ചു. കേരളത്തിൽ കുറഞ്ഞത് 5 സീറ്റിൽ ജയിക്കുമെന്നാണ് പാർട്ടിയുടെ അവകാശവാദം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഔദ്യോഗിക പക്ഷത്തിനെതിരെ നിലപാട് ഘടിപ്പിക്കാനാണ് PK കൃഷ്ണദാസ് പക്ഷത്തിന്റെ നീക്കം. PK കൃഷ്ണദാസ്, MT രമേശ്, AN രാധാകൃഷ്ണൻ തുടങ്ങിയ നേതാക്കൾ നേതൃയോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഔദ്യോഗിക നേതൃത്വം പെരുമാറിയതിൽ കടുത്ത അതൃപ്തിയിലാണ് കൃഷ്ണദാസ് പക്ഷം. ഔദ്യോഗിക പക്ഷത്തല്ലാത്ത സ്ഥാനാർത്ഥികൾക്കെതിരെ വന്ന ആരോപണങ്ങളെ മുരളീധര പക്ഷം പ്രതിരോധിക്കുന്നതിന് പകരം എതിരാളികളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചതെന്നാണ് വിമർശനം. തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ നേതൃമാറ്റം ആവശ്യപ്പെടാനാണ് PK കൃഷ്ണദാസ് പക്ഷത്തിന്റെ നീക്കം. എന്നാൽ മാധ്യമങ്ങൾ പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. അങ്ങനെ പറഞ്ഞോ? കൃഷ്ണദാസ് നിങ്ങളോട് പറഞ്ഞോ ബഹിഷ്കരിച്ചാണെന്ന്? അല്ല, നിങ്ങൾ ഈ പറഞ്ഞ ബഹിഷ്കരിച്ചു എന്ന് കൃഷ്ണദാസോ MT രമേശോ രാധാകൃഷ്ണനോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ പറയുന്ന ജോലിയാ. ഈ അനാവശ്യ വാർത്തകൾ നിങ്ങൾ കൊടുക്കരുത്. അവരാരെങ്കിലും നിങ്ങളോട് പറഞ്ഞോ? നിങ്ങളുടെ ഓഫ് റെക്കോർഡെങ്കിലും പറഞ്ഞോ? എന്തിനാണ് നിങ്ങൾ ഈ പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നത്? യോഗങ്ങളിൽ പങ്കെടുക്കാത്തതിന്റെ കാരണം നേതാക്കൾ പ്രസിഡന്റിനെ അറിയിച്ചിട്ടുണ്ടെന്നായിരുന്നു വിഷയത്തിൽ കേരള പ്രഭാരിയായ പ്രകാശ് ജാവദേക്കറുടെ പ്രതികരണം. Any party meeting, anything, somebody has some urgent work. It is not only 3. There may be 10-15 people who could not come. What is the logic? After election they are boycotting. They have taken president's permission. EP ജയരാജനുമായി താൻ നടത്തിയ കൂടിക്കാഴ്ച സംബന്ധിച്ച് ശോഭാ സുരേന്ദ്രൻ നടത്തിയ പ്രതികരണം തെറ്റായിപ്പോയെന്ന് പ്രകാശ് ജാവദേക്കർ വിമർശിച്ചു. ഇനി ഏതെങ്കിലും നേതാക്കൾ BJPയുമായി ചർച്ചയ്ക്ക് തയ്യാറാകുമോ എന്നും ജാവദേക്കർ യോഗത്തിൽ ചോദിച്ചു. ശോഭയുടെ തുറന്നു പറച്ചിൽ ശരിവെച്ച് സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെയും ജാവദേക്കർ രംഗത്തെത്തി. എന്നാൽ എല്ലാം മാധ്യമ സൃഷ്ടി മാത്രമെന്നായിരുന്നു പ്രകാശ് ജാവദേക്കറുടെ പ്രതികരണം. തിരുവനന്തപുരം, തൃശൂർ, ആറ്റിങ്ങൽ, പത്തനംതിട്ട മണ്ഡലങ്ങളിൽ വിജയിക്കുമെന്നും ആലപ്പുഴയിലും പാലക്കാടും BJP 2ാം സ്ഥാനത്ത് വരുമെന്നുമാണ് സംസ്ഥാന ഭാരവാഹി യോഗത്തിന്റെ വിലയിരുത്തൽ. എന്നാൽ വിജയം പ്രതീക്ഷിക്കുന്ന സീറ്റുകളുടെ എണ്ണം പറയാൻ തയ്യാറാകാതിരുന്ന BJP സംസ്ഥാന അധ്യക്ഷനെ തിരുത്തി പ്രകാശ് ജാവദേക്കർ രംഗത്തെത്തി. ചുരുങ്ങിയത് 5 സീറ്റിൽ ജയിക്കുമെന്നായിരുന്നു പ്രകാശ് ജാവദേക്കറുടെ തിരുത്ത്. 24 തിരുവനന്തപുരം. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് K സുധാകരൻ തിരികെ എത്തുന്നു. നാളെ ഇന്ദിരാഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ചുമതല ഏറ്റെടുക്കും. വിവാദങ്ങൾ ഒഴിവാക്കാൻ സുധാകരനോട് സ്ഥാനം ഏറ്റെടുക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശിക്കുകയായിരുന്നു. പദവിയെ ചൊല്ലി തർക്കമില്ലെന്ന് K സുധാകരൻ വ്യക്തമാക്കി. അധ്യക്ഷ സ്ഥാനത്തേക്ക് K സുധാകരൻ മടങ്ങിയെത്തില്ലെന്ന അഭ്യൂഹങ്ങൾ അവസാനിപ്പിച്ചാണ് സുധാകരൻ നാളെ ചുമതലയേൽക്കുക. നാളെ രാവിലെ 10 മണിക്ക് KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസനിൽ നിന്ന് ചുമതല ഏറ്റെടുക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്ന ജൂൺ 4 വരെ ഹസൻ തുടരുമെന്നായിരുന്നു നേരത്തെ ഉണ്ടാക്കിയ ധാരണ. എന്നാൽ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള മടങ്ങിവരവ് സംബന്ധിച്ച് വിവാദങ്ങൾ ഉയർന്നതോടെ സുധാകരന്റെ കൂടി താൽപര്യം പരിഗണിച്ചാണ് ഹൈക്കമാൻഡ് അനുമതി നൽകിയത്. അധ്യക്ഷ പദവിയെ ചൊല്ലി കോൺഗ്രസിൽ പ്രശ്നങ്ങളില്ലെന്നും താൻ തന്നെയാണ് KPCC അധ്യക്ഷനെന്നും K സുധാകരൻ. ഇതൊരു ഫോർമാലിറ്റി എന്നതല്ലാതെ അതിനപ്പുറത്ത് വരെയൊക്കെ ഒരു കാര്യവുമില്ല. എനിക്ക് ഏത് സമയത്തും പോയി എടുക്കാം. ഇന്ന് പോകാം, നാളെ പോകാം, എടുക്കാം. പക്ഷേ ഞാനൊന്ന് അത് ഒക്കെ ഹൈക്കമാൻഡൊക്കെ ആയി ഡിസ്കസ് ചെയ്തിട്ട് എടുക്കുന്നുള്ളൂ. പാർട്ടിക്കകത്ത് ഒരു അനിശ്ചിതത്വം അതുകൊണ്ടുണ്ട്. പുതിയ അധ്യക്ഷനെ കണ്ടെത്തണമെന്ന കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളുടെ ആവശ്യം ഹൈക്കമാൻഡിന് മുന്നിലുണ്ടായിരുന്നു. സുധാകരൻ വന്നതിനുശേഷം KPCC പുനഃസംഘടന പോലും പാളിപ്പോയെന്നും പാർട്ടിയുടെ പ്രാദേശിക സ്വാധീനം നഷ്ടമായെന്നുമാണ് ഇവർ ഉന്നയിക്കുന്ന വിമർശനം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം കൂടുതൽ നേതാക്കൾ പുതിയ അധ്യക്ഷനെ വേണമെന്ന ആവശ്യവുമായി ഹൈക്കമാൻഡിനെ സമീപിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. 24 തിരുവനന്തപുരം. മറ്റു റിപ്പോർട്ടുകളിലേക്ക്. മഴ കാത്ത് കേരളം.
സംസ്ഥാനത്ത് വീണ്ടും ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. ആലപ്പുഴ ജില്ലയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. ഉഷ്ണതരംഗത്തെ പ്രകൃതി ദുരന്തമായി പ്രഖ്യാപിച്ച് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ ധനസഹായം നൽകണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. ചൂടിന് ആശ്വാസമായി കാസർഗോഡും കണ്ണൂരും ഇന്ന് വേനൽ മഴ ലഭിച്ചു. തുടർച്ചയായ ദിവസങ്ങളിൽ അതിതീവ്രമായ ചൂട് രേഖപ്പെടുത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് ആലപ്പുഴയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചത്. ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിൽ ഇന്നു രാത്രി താപനില മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പാലക്കാട് ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം, കോട്ടയം, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടാനാണ് സാധ്യത. പൊതുജനങ്ങൾ ജാഗ്രത തുടരണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. ഉഷ്ണതരംഗത്തെ പ്രകൃതി ദുരന്തമായി പരിഗണിച്ച് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ ധനസഹായം നൽകണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിക്ക് കത്തു നൽകി. കർഷകർക്ക് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പൊള്ളുന്ന ചൂടിന് ആശ്വാസമായി കാസർഗോഡും കണ്ണൂരും വേനൽ മഴ ലഭിച്ചു. അടുത്ത 5 ദിവസം കൂടുതൽ പ്രദേശങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ വേനൽ മഴ സജീവമാകാൻ സാധ്യതയുണ്ട്. ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ നാളെ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തെക്കൻ തമിഴ്നാട് തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. 24 തിരുവനന്തപുരം. വെസ്റ്റ് നൈൽ പനി റിപ്പോർട്ട് ചെയ്ത മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. പനിയോ മറ്റ് രോഗലക്ഷണങ്ങളോ ഉള്ളവർ ഉടൻ ചികിത്സ തേടണമെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ 5 പേർക്ക് വെസ്റ്റ് നൈൽ പനി ബാധിച്ചതായി കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പറഞ്ഞു. ഇതുവരെ വെസ്റ്റ് നൈൽ ഫീവർ ലക്ഷണങ്ങളോടെ 6 പേരാണ് കോഴിക്കോട് ചികിത്സ തേടിയത്. ഇതിൽ 5 പേർക്ക് കഴിഞ്ഞ ശനിയാഴ്ച രോഗം സ്ഥിരീകരിച്ചു. 4 പേർ രോഗം ഭേദമായി വീട്ടിലെത്തിയപ്പോഴാണ് പരിശോധനാ ഫലം വന്നത്. ഒരാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. രോഗലക്ഷണമുള്ള വേങ്ങേരി സ്വദേശി ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ജനറലി ഇത് വെക്ടർ ബോൺ ഡിസീസ് ആണ്. മൊസ്കിറ്റോ പോലെ സെയിം ആസ് ഡെങ്കു സ്പ്രെഡ്സ്. സിമിലർലി വെസ്റ്റ് നൈലിൻ്റെ സ്പ്രെഡ് ആണ്. 5 പേരിൽ ഒരു 4 പേർ ഓൾറെഡി വീട്ടിൽ തിരിച്ചു പോയി, ഒന്നും പ്രശ്നമില്ല. പിന്നെ ഒരു ആൾ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റഡ് ആണ്. മഴക്കാലത്തിന് മുന്നോടിയായി കൊതുകിന്റെ ഉറവിടങ്ങൾ നശിപ്പിക്കാൻ നടപടികൾ ഊർജിതമാക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ജില്ലാ ഭരണകൂടങ്ങൾക്ക് നിർദ്ദേശം നൽകി. പക്ഷികളിൽ നിന്നും മൃഗങ്ങളിൽ നിന്നും കൊതുക് വഴിയാണ് മനുഷ്യരിലേക്ക് വെസ്റ്റ് നൈൽ പടരുന്നത്. രോഗപ്രതിരോധ ശേഷി കുറവുള്ള ആളുകളിലാണ് രോഗം അപകടകാരിയാക്കുന്നതെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. 24 കോഴിക്കോട്. വീണ്ടും വില്ലനായി ടിപ്പർ. തിരുവനന്തപുരം കഴക്കൂട്ടം വെട്ടുറോഡിൽ ടിപ്പർ ലോറി ശരീരത്തിലൂടെ കയറി ഇറങ്ങി യുവതിക്ക് ദാരുണാന്ത്യം. പെരുമാതുറ സ്വദേശി റുക്സാനയാണ് മരിച്ചത്. ടിപ്പർ ഡ്രൈവർ നഗരൂർ സ്വദേശി ജോയിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഭവത്തിൽ ഗതാഗത മന്ത്രി മോട്ടോർ വാഹന വകുപ്പിനോട് റിപ്പോർട്ട് തേടി. കണിയാപുരത്ത് നിന്ന് കഴക്കൂട്ടം ഭാഗത്തേക്ക് ബന്ധുവിനൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്നു റുക്സാന. സ്കൂട്ടറിനെ മറികടക്കാൻ ടിപ്പർ ശ്രമിച്ചപ്പോഴാണ് അപകടമുണ്ടായത്. സ്കൂട്ടറിൽ ടിപ്പർ ലോറി തട്ടിയതിനു പിന്നാലെ റുക്സാന വണ്ടിയുടെ അടിയിൽ കുടുങ്ങി. സമീപത്ത് ബസ് കാത്തുനിന്നവരുടെ നിലവിളി കേട്ടാണ് ലോറി ഡ്രൈവർ വാഹനം നിർത്തിയതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ലോറി പിന്നോട്ടെടുത്താണ് യുവതിയെ പുറത്തെടുത്തത്. ഡ്രൈവർ നഗരൂർ സ്വദേശി ജോയിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ടിപ്പർ അമിതവേഗത്തിലായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. സ്കൂട്ടർ ഓടിച്ച യുവതിക്ക് പരുക്കില്ല. സംഭവത്തിൽ അടിയന്തര പരിശോധന നടത്തി നടപടി സ്വീകരിക്കാൻ മോട്ടോർ വാഹന വകുപ്പിന് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ നിർദ്ദേശം നൽകി. ടിപ്പർ ലോറികളുടെ വേഗം നിയന്ത്രിക്കാൻ ഗതാഗത വകുപ്പ് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. അലംഭാവം കാണിച്ച മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും ഗതാഗത മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. 24 തിരുവനന്തപുരം. കാസർഗോഡ് മഞ്ചേശ്വരത്ത് രോഗിയുമായി പോകുകയായിരുന്ന ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് കാർ യാത്രക്കാരായ പിതാവും 2 മക്കളും മരിച്ചു.
തൃശൂർ ഇരിങ്ങാലക്കുട സ്വദേശികളാണ് മരിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ ആംബുലൻസ് യാത്രക്കാരെ മംഗളൂരുവിലെ ആശുപത്രിയിലേക്ക് മാറ്റി. രാവിലെ 11ഓടെ മഞ്ചേശ്വരം കുഞ്ചത്തൂരിലായിരുന്നു അപകടം. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനത്തിന് ശേഷം മടങ്ങുകയായിരുന്ന ശിവകുമാറും മക്കളും സഞ്ചരിച്ച കാർ രോഗിയുമായി മംഗളൂരുവിലേക്ക് പോവുകയായിരുന്ന ആംബുലൻസുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. നാട്ടുകാരും യാത്രക്കാരും ചേർന്ന് കാർ വെട്ടിപ്പൊളിച്ചാണ് 3 പേരെയും പുറത്തെടുത്തത്. തൃശൂർ ഇരിങ്ങാലക്കുട പുതുമല വീട്ടിൽ ശിവകുമാർ, മക്കളായ ശരത്, സൗരവ് എന്നിവരാണ് കാറിലുണ്ടായിരുന്നത്. 2 പേർ സംഭവസ്ഥലത്തും ഒരാൾ ആശുപത്രിയിലേക്കുള്ള യാത്രാമധ്യയുമാണ് മരിച്ചത്. ആംബുലൻസ് ദിശമാറി വന്നതാണ് അപകടത്തിന് കാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. മഞ്ചേശ്വര കുഞ്ചത്തൂരിൽ ഇത് 2ാമത്തെ ആക്സിഡന്റ് ആണ് നടക്കുന്നത്. ആംബുലൻസ് ആക്സിഡന്റ് 2 ദിവസം മുമ്പ് ഇവിടെ എങ്ങനെ നടന്നത്? ആംബുലൻസിന്റെ അജാഗ്രത കാരണമാണ് ഈ ആക്സിഡന്റ് സംഭവിച്ചത്. അത്രയും വീതിയുള്ള റോഡ് ഉണ്ടായിട്ട് പോലും റോങ് സൈഡിൽ നിന്ന് കയറി വന്ന് ഇങ്ങനെ വരുന്ന മൂകാംബിക അമ്പലത്തിൽ നിന്ന് ദർശനം കഴിഞ്ഞ് വരുന്ന ആൾക്കാരെ റോങ് സൈഡ് കയറി വന്ന് അടിച്ചിട്ടാണ് ഈ അപകടമുണ്ടായത്. കാസർഗോഡ് ചട്ടഞ്ചാൽ സ്വദേശിയായ രോഗിയും ഭർത്താവും നഴ്സും ഡ്രൈവറുമാണ് ആംബുലൻസിലുണ്ടായിരുന്നത്. അപകടത്തിൽ പരിക്കേറ്റവർ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 24 കാസർഗോഡ്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. കടലിൽ മുങ്ങിത്താണ മത്സ്യത്തൊഴിലാളിയെ കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തി. കുളച്ചൽ സ്വദേശി അജിനെയാണ് രക്ഷപ്പെടുത്തിയത്. ബേപ്പൂർ തീരത്ത് നിന്ന് 39 നോട്ടിക്കൽ മൈൽ അകലെയായിരുന്നു സംഭവം. രക്ഷാദൗത്യത്തിന്റെ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. അല്പസമയത്തിനകം വിശദാംശങ്ങൾ എസ് ശ്യാംകുമാർ നൽകും. ആദ്യ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. ശ്യാംകുമാർ വിവരങ്ങൾ നൽകും. ശ്യാമ, എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ഈ രക്ഷപ്പെടുത്തിയ മത്സ്യത്തൊഴിലാളിയെ എവിടേക്കാണ് ഇപ്പോൾ കൊണ്ടുവന്നത്? അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയൊക്കെ സംബന്ധിച്ചുള്ള പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, രക്ഷപ്പെടുത്തിയ മത്സ്യത്തൊഴിലാളി ഇപ്പോൾ വളരെ ആരോഗ്യവാനായിരിക്കുന്നു എന്നുള്ളതാണ് സൈനിക വൃത്തങ്ങൾ നൽകുന്ന സൂചന. അദ്ദേഹത്തെ കൊച്ചിയിലേക്കാണ് ഹെലികോപ്റ്ററിൽ രക്ഷപ്പെടുത്തി കൊണ്ടുവരികയും തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തത്. ബേപ്പൂരിൽ നിന്ന് 39 നോട്ടിക്കൽ മൈൽ, ഏകദേശം അന്താരാഷ്ട്ര അതിർത്തിയോട് ചേർന്നാണ് ഈ രക്ഷാദൗത്യം നടന്നത്. കൊച്ചിയിലെ രക്ഷാദൗത്യ സെന്ററിലേക്ക് ഒരു മത്സ്യത്തൊഴിലാളി കടലിലേക്ക് ബോട്ടിൽ നിന്നും വീണു. രക്ഷപ്പെടുത്തണമെന്നുള്ളൊരു സന്ദേശം എത്തുകയായിരുന്നു. ഇതേ തുടർന്ന് നിരീക്ഷണത്തിനൊടുവിൽ മത്സ്യത്തൊഴിലാളിയെ രക്ഷപ്പെടുത്തി. അദ്ദേഹം ഒരുപാട് കടൽ വെള്ളം കുടിച്ചിരുന്നതിനാൽ അവശനായിരുന്നു. ഇതോടെയാണ് ഹെലികോപ്റ്ററിന്റെ സേവനം ആവശ്യമായി വന്നത്. കൊച്ചിയിൽ നിന്നാണ് കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ സ്ഥലത്തെത്തുകയും മത്സ്യത്തൊഴിലാളിയെ ബോട്ടിൽ നിന്ന്, കുളച്ചിൽ സ്വദേശി അജിൻ എന്ന് പറയുന്ന മത്സ്യത്തൊഴിലാളിയെ ബോട്ടിൽ നിന്ന് റെസ്ക്യൂ ചെയ്ത് എയർലിഫ്റ്റ് ചെയ്ത് മാറ്റുകയും തുടർന്ന് കൊച്ചിയിലേക്ക് എത്തിക്കുകയും ചെയ്തത്. വളരെ വേഗത്തിൽ നടന്ന ഈ രക്ഷാദൗത്യമാണ് ഈ മത്സ്യത്തൊഴിലാളിയുടെ ജീവൻ രക്ഷിച്ചത്. തുടർന്ന് മെഡിക്കൽ സംഘമാണ് ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത്. ഹെലികോപ്റ്ററിൽ വെച്ച് തന്നെ പ്രാഥമിക ചികിത്സകൾ നൽകുകയും ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് അദ്ദേഹത്തെ കൊച്ചിയിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ കൊച്ചിയിലെ ആശുപത്രിയിലാണ് അദ്ദേഹം ഉള്ളത്. നിലയിൽ വലിയ പ്രശ്നമില്ല എന്നുള്ള വിവരവും കോസ്റ്റ് ഗാർഡ് പങ്കുവെക്കുന്നുണ്ട്. ഏതായാലും വലിയൊരു രക്ഷാദൗത്യമാണ് അന്താരാഷ്ട്ര കപ്പൽച്ചാലിന് തൊട്ടടുത്ത് നിന്ന് കോസ്റ്റ് ഗാർഡ് നടത്തുകയും മത്സ്യത്തൊഴിലാളിയെ രക്ഷപ്പെടുത്തി കൊച്ചിയിൽ എത്തിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ കുളച്ചൽ സ്വദേശി അജിനെ കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തുന്നതാണ്. ബേപ്പൂർ തീരത്ത് നിന്ന് ഏതാണ്ട് 39 നോട്ടിക്കൽ മൈൽ അകലെയായിരുന്നു സംഭവം. രക്ഷാദൗത്യത്തിന്റെ ദൃശ്യങ്ങളാണ് 24 ലഭിച്ചത്. ആരോഗ്യവാനായി ഈ മത്സ്യത്തൊഴിലാളി കൊച്ചിയിലെ ആശുപത്രിയിലുണ്ട് എന്നുകൂടി ഇപ്പോൾ കോസ്റ്റ് ഗാർഡ് അറിയിക്കുന്നുണ്ട്. മറ്റ് റിപ്പോർട്ടുകളിലേക്ക്. സൗദി അറേബ്യയിലെ ജയിലിൽ കഴിയുന്ന മലയാളി അബ്ദുൾ റഹീമിന്റെ മോചനത്തിൽ പ്രതിസന്ധി. 7.5 ലക്ഷം റിയാൽ അഥവാ 1,66 ലക്ഷം രൂപ ഉടൻ നൽകണമെന്ന വാദിഭാഗം അഭിഭാഷകന്റെ ആവശ്യമാണ് പുതിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രതിഫലം കൈമാറിയാലേ കോടതിയിലെ തുടർ നടപടികൾ ഊർജിതമാക്കാനാകൂ എന്നാണ് റിയാദിലെ നിയമസഹായ സമിതിയുടെ വിശദീകരണവും. അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായുള്ള ദയാധനമായ 34 കോടി രൂപ സൗദി അറേബ്യയിലെ അക്കൗണ്ടിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഇതിനിടയിലാണ് പ്രതിഫലം ഉടൻ കൈമാറണമെന്ന് റഹീമിന്റെ എതിർഭാഗം അഭിഭാഷകൻ ആവശ്യപ്പെട്ടത്. ദയാധനമായ 15 മില്യൺ റിയാലിന്റെ 5% പ്രതിഫലമായി ആവശ്യപ്പെടുന്നത്. 1,66 ലക്ഷത്തിലേറെ രൂപ അഭിഭാഷകന് ഉടൻ കൈമാറേണ്ടി വരും. ഈ തുക ലഭിക്കാതെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കില്ലെന്ന് അഭിഭാഷകൻ അറിയിച്ചതാണ് മോചനം വൈകുമെന്ന ആശങ്ക ഉയരാൻ കാരണം. ഇക്കാര്യം കണക്കിലെടുത്ത് 34 കോടി രൂപയ്ക്ക് പുറമെ അഭിഭാഷകന്റെ പ്രതിഫലവും നാട്ടിൽ നിന്ന് സൗദിയിലേക്ക് അയക്കണമെന്നാണ് ജിദ്ദയിലെ നിയമസഹായ സമിതിയുടെ ആവശ്യം. പ്രതിഫലം നൽകുന്നതിൽ വീഴ്ചയുണ്ടായാൽ റഹീമിന്റെ മോചനം വൈകുമെന്ന് സമിതി ചൂണ്ടിക്കാട്ടുന്നു.
അബ്ദുൾ റഹീമിന് മാപ്പ് നൽകുന്നതുമായി ബന്ധപ്പെട്ട ഉടമ്പടിയിൽ ഗവർണറേറ്റിന്റെ സാന്നിധ്യത്തിൽ വാദിഭാഗവും പ്രതിഭാഗവും ഒപ്പുവെച്ച ശേഷമാണ് ദയാധനൻ കുടുംബത്തിന് കൈമാറുക. ഈ ഉടമ്പടി ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന. മോചനദ്രവ്യം നൽകാൻ തയ്യാറാണെന്ന പ്രതിഭാഗവും അത് സ്വീകരിച്ച അബ്ദുൾ റഹീമിന് മാപ്പ് നൽകാൻ തയ്യാറാണെന്ന വാദിഭാഗവും കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഈ നടപടിക്രമങ്ങളെല്ലാം തുടങ്ങുന്നതിന് മുൻപ് എതിർഭാഗം അഭിഭാഷകന്റെ പ്രതിഫലം കൂടി കൊടുത്താലേ അബ്ദുൾ റഹീമിന്റെ മോചനം സാധ്യമാകൂ. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.